നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികളുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ലൈംഗിക പീഡന പരാതികളിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയ നടി മിനു മുനീർ, സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടി എന്നിവരുടെ മൊഴിയെടുക്കുകയാണ് അന്വേഷണ സംഘം. അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് അജിത ബീഗം, ജി പൂങ്കുടിലി എന്നിവർ ആലുവയിലെ ഫ്ളാറ്റിലെത്തിയാണ് മിനു മുനീറിന്റെ മൊഴിയെടുക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ അജിത ബീഗവും ജി പൂങ്കുടിലിയും ആലുവയിലെ ഫ്ളാറ്റിൽ മിനു മുനീറിന്റെ മൊഴിയെടുത്ത ശേഷം മടങ്ങിയത്. നമ്മൾ ഇന്ന് ഇവിടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വിക്ടിമിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി അതിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും. ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ എണ്ണമൊന്നുമല്ല, എല്ലാം SITയുടെ പരിഗണനയിലാണ്. ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് SIT ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ SITയുടെ പരിഗണനയിലാണ് എല്ലാ കംപ്ലൈന്റ്സും വരുന്നത്. അത് അന്വേഷിച്ച് അത് അനുസരിച്ചിട്ടുള്ള ലീഗൽ ആക്ഷൻ എല്ലാ ആസ്പെക്ട്സും തറവായിട്ട് നോക്കിയിട്ട് അതനുസരിച്ചുള്ള അതാണ് നമ്മൾ എൻക്വയറി ചെയ്താണ് ആക്ഷൻ എടുക്കുന്നത്. അല്ല, രജിസ്ട്രേഷൻ അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ട് പിന്നീട് നമുക്ക് SITക്ക് ഇൻവെസ്റ്റിഗേഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത് SITക്ക് SIT ആണ് ചെയ്യുന്നത്. ഇത് ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടീം റെക്കോർഡ് ചെയ്യുന്നത്. തിരുവനന്തപുരത്താണ് യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. യുവനടന്റെ പേര് അന്വേഷണ സംഘത്തിന് മുൻപാകെ വെളിപ്പെടുത്തിയതായി പരാതി നൽകിയ ശേഷം സോണിയ മൽഹാർ പറഞ്ഞു. കുടുംബത്തിൽ നിന്ന് സമ്മർദ്ദമുള്ളതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തത്. നിരവധി ഭീഷണി കോളുകൾ വരുന്നതായും സോണിയ മൽഹാർ പ്രതികരിച്ചു. ഞാൻ ആരുടെ പേരാണോ ആരോപണമായിട്ട് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് സഹിതം ലൊക്കേഷനും സംവിധായകന്റെ പേരും ലൊക്കേഷനും തുറന്നു പറഞ്ഞൂടെ? കാരണം പലരുടെ പേര് സംശയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ 1-2 പേരുടെ പേരിലെ പരാതി ഉള്ളെങ്കിൽ ആ പേര് പറയുന്നില്ല നല്ലത്, എല്ലാവരെയും സംശയം നിർത്താതെ. അതിപ്പോ അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര്. തൽക്കാലം മീഡിയയുടെ മുമ്പിൽ. അത് വേറൊന്നുമല്ല, എന്റെ വീട്ടിൽ കുറച്ച് പ്രഷറുണ്ട്. പറയേണ്ടി വന്നാൽ പറയും. അവരെ ഒന്ന് കൺവിൻസ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോ എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അവര് വിചാരിക്കണത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യക്തിപരമായ നേട്ടത്തിനോ എന്തെങ്കിലും കാര്യത്തിനാണ് ഇത് സംസാരിക്കുക, ഈ വിഷയം അഡ്രസ് ചെയ്യുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇതൊരിക്കലും ഒരു സോണിയ മൽഹാറിന്റെ വിഷയമല്ല. അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കും അറിയാം. ഇതൊരു പൊതുവായ നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പൊതുവെ സ്ത്രീകൾ പ്രത്യേകിച്ച് കലാരംഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെ അഡ്രസ് ചെയ്തതാണ്. അപ്പൊ അഡ്രസ് ചെയ്യുമ്പം എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടോ എന്ന് മീഡിയ ചോദിച്ചപ്പോ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയാനോ പറ്റില്ല. നടന്ന കാര്യത്തിൽ പറയാൻ പറ്റും. അപ്പൊ നടന്ന കാര്യം ഒരാളെ ബാധിക്കുമെങ്കിൽ അതിന് സുഹൃത്തായാലും അച്ഛനായാലും അമ്മയായാലും പറഞ്ഞല്ലേ പറ്റും. അതാണ്. ലൈംഗികാതിക്രമങ്ങളിൽ ഇതുവരെയും 18 പരാതികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഡാനി പോൾ കൊച്ചിയിൽ നിന്നും BB വിനോദ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്ക്. ഡാനി, അല്പസമയം മുമ്പാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ മിനു മുനീറിന്റെ മൊഴിയെടുത്ത ശേഷം മടങ്ങിയത്. ഈ മൊഴിയെടുപ്പ് പൂർത്തിയായോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിരിക്കുന്നത്? നേരത്തെ രഞ്ജിത്തിനും സംവിധായകൻ രഞ്ജിത്തിനും നടൻ സിദ്ദിഖിനുമെതിരെ കേസെടുത്തിരുന്നു. ഈ മിനു മുനീറിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച ഈ പ്രത്യേക അന്വേഷണ സംഘം ഇനി മറ്റ് തുടർ നടപടികളിലേക്ക് ഉടൻ തന്നെ നീങ്ങുമോ? ഈ പരാതിയിൽ ഉൾപ്പെട്ട പേരുകൾ, അതായത് 7 പേർ, സിദ്ദിഖ്, ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് മിനു മുനീർ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ഈ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കുമോ ഇവർക്കെതിരെ കേസെടുക്കുക? ടോം,
മിനു മുനീറിന്റെ മൊഴി രേഖപ്പെടുത്തൽ ഇതുവരെയും പൂർണ്ണമായിട്ടില്ല എന്ന് ആദ്യ തുടക്കത്തിൽ പറയട്ടെ. അത് മൊഴിയെടുക്കൽ തുടരുകയാണ്. ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥർ അജിത ബിഗും അതോടൊപ്പം തന്നെ പൂങ്കുള്ളിയും അവർ പുറത്തേക്ക് പോയിരിക്കുകയാണ്. മറ്റു ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെയുണ്ട്. മൊഴിയെടുക്കൽ തുടരുകയാണ് എന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു പോയതിനു ശേഷം വീണ്ടും അവർ തിരികെ എത്തും. എന്തായാലും ഇന്ന് വൈകുന്നേരം വരെ നീളുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 7 പരാതികൾ മിനു മുനീർ നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ രീതിയിൽ തന്നെ മൊഴിയെടുക്കുമെന്ന് തന്നെയാണ് പോലീസ് നേതൃത്വം സംഘത്തലവന്മാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് നീളും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 7 പേർക്കെതിരെ പറഞ്ഞ പരാതികളിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസവും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് അടക്കം പോകേണ്ടി വരും. ഏതെങ്കിലും രീതിയിലുള്ള തെളിവടക്കങ്ങൾ കൈമാറാനുണ്ടെങ്കിൽ അതിനുള്ള ഒരവസരവുമായിട്ട് തന്നെ ഇത്തരം ഈ ഒരു സമയം അവർക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഈ അന്വേഷണ സംഘം മറ്റുള്ളവരിലേക്ക് തന്നെ മറ്റ് പലയിടങ്ങളിൽ തന്നെ പരാതികൾ ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അതത് ലോക്കൽ സ്റ്റേഷനുകൾ എവിടെ നിന്നാണ് ആ പരാതി വന്നിരിക്കുന്നത് അതത് ലോക്കൽ സ്റ്റേഷനുകളിലായിരിക്കും ആ കേസുകൾ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷമായിരിക്കും ഈ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് അത് വരിക എന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണത്തിന് തുടക്കമിടുകയും പോലീസിന്റെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ ഇപ്പോഴുള്ള ഒരു നടപടികളിലൂടെ നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ 10:00 എത്തിയ അന്വേഷണ സംഘം മൊഴിയെടുപ്പ് തുടരുകയാണ്. ഇനിയും അത് കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 7 പേർക്കെതിരായ പരാതിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വിശദമായ കാര്യങ്ങൾ വരേണ്ടതുണ്ട്. വിശദമായ രീതിയിൽ തന്നെയുണ്ട്. എന്തായാലും മൊഴി പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കേസെടുക്കുക എന്ന നടപടികളിലേക്ക് പോവുക. സ്വാഭാവികമായത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മൊഴി പരിശോധിച്ചതിന് ശേഷമായിരിക്കും നടപടികൾ ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് പരാതികൾ ഉണ്ടായെടുത്ത് അതാത് ലോക്കൽ സ്റ്റേഷനുകൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അന്വേഷണ സംഘത്തിന്റെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അത്തരം നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് ശേഷമുണ്ടായ വലിയ പ്രകമ്പനങ്ങളിലേക്ക് മലയാള സിനിമാ ലോകം എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതിൽ നിയമപരമായ നടപടികൾക്കും തുടക്കമായിരിക്കുന്നു എന്നതാണ്. ടോം. ഡാനി, ഇവിടെ ഈ മിനു മുനീറിന്റെ കേസിൽ എന്തുകൊണ്ടാണ് അത്തരമൊരു നടപടികൾ ഈ മൊഴിയെടുത്ത ശേഷം കേസെടുക്കും, മൊഴി കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ എന്ന് അന്വേഷണ സംഘം പറയുന്നത്? നമ്മൾ രഞ്ജിത്തിന്റെ കേസ് എടുത്ത് നോക്കിയാൽ രഞ്ജിത്തിനെതിരായ പരാതിയും സിദ്ദിഖിനെതിരായ പരാതിയും പരിശോധിച്ച് നോക്കിയാൽ പരാതി കിട്ടിയതിന് തൊട്ട് പിന്നാലെ തന്നെ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഈ മിനു മുനീറിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ പ്രമുഖനായിട്ടുള്ള MLA ആയ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണോ ഇത് കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ അത്തരമൊരു നടപടികളിലേക്ക് കടക്കൂ എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്? ടോം, 7 പേർക്കെതിരാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. പല കാലങ്ങളിലായുള്ള ആ പരാതികൾ അടക്കമുള്ള കാര്യങ്ങളാണ്. എന്തായാലും അവരുടെ മൊഴി അതിൽ വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി അതിൽ ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണങ്ങളോ കാര്യങ്ങളോ എല്ലാം ഉണ്ട്. വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഒരു കാര്യങ്ങളും വിവിധ മേഖലകളിൽ, അതായത് ഒരു സ്ഥലത്ത് നടന്ന ഒരു ക്രൈമായിട്ടല്ല, പല സാഹചര്യങ്ങളിലായിട്ട് അത് ഉൾപ്പെട്ടിട്ടുള്ളത്, പല സ്ഥലങ്ങളിലായിട്ടാണുള്ളത്, പല ലൊക്കേഷനുകളിലായിട്ടാണുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു വിശദീകരണങ്ങളും കാര്യങ്ങളും വേണ്ടിവരും. ഒപ്പം സിനിമയ്ക്ക് പുറത്തുള്ളവർ കൂടി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 7 പേർ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ 4 പേർ നടന്മാരും മറ്റു സിനിമയുമായി ബന്ധപ്പെട്ട് അവരുമൊക്കെ തന്നെയാണ്. നേരിട്ട് സിനിമയുമായി ബന്ധപ്പെടാത്തവരുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് മാത്രവുമല്ല, ഇടവേള ബാബു ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. തന്നെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചന ഇവരുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് ഇടവേള ബാബു പറയുന്നു. ഒപ്പം തന്നെ മുകേഷ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, തന്നിൽ നിന്ന് പലതവണയായി ഇവർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവർ അത് നിഷേധിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർ മുകേഷിനെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ തെളിയിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ മറുവാദങ്ങളും ഉയരുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിലുള്ള ഒരു വിശദീകരണം അവർക്ക് പറയാനുള്ളത്, കൃത്യമായ ഒരു മൊഴിയെടുപ്പ് അത് പൂർണ്ണമാക്കിയതിനു ശേഷമാകും മറ്റ് നിയമ നടപടികളിലേക്ക് കേസെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കേസെടുത്ത് പോകുമെന്ന് തന്നെയാണ് ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. കേസിന്റേതായ നടപടികളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തന്നെയാണ് ഉള്ളത്. അതിൽ കേസെടുക്കാതെ പോകുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. പക്ഷേ ഇവരുടെ ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായ രീതിയിൽ തന്നെയുള്ള മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ സാങ്കേതികമായി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും നടപടികളിലേക്ക് നീങ്ങുക എന്നതാണ് ടോം സൂചിപ്പിക്കുന്നത്. ിലേക്ക് എത്താം. കാരണം ഈ മൊഴിയുടെ അല്പം കൂടി വിശദാംശങ്ങൾ
ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള വനിതാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോയെങ്കിലും ഈ മൊഴിയെടുപ്പ് മിനു മുനീറിന്റെ മൊഴിയെടുക്കൽ വൈകിട്ട് വരെയും തുടരുമെന്നാണ് വ്യക്തമായിരിക്കുന്ന വിവരം. ഡാനിയിലേക്ക് എത്താം. ബി വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനോദ്, സോണിയ മൽഹാർ നേരത്തെ പ്രതികരിച്ചത് ഇതൊരു സോണിയ മൽഹാറിന്റെ മാത്രം പ്രശ്നമല്ല, സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തിന് ഇരകളായ നിരവധി നടിമാരുടെ പ്രശ്നമാണ് ഇത്. പക്ഷേ അവർ ആർക്കെതിരെയാണ് പരാതി നൽകിയത് എന്ന് വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷെ പുതിയതായി ഇപ്പോൾ ഇതുവരെയും ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 18 പേർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പരാതികളുള്ളത് നടൻ ജയസൂര്യയ്ക്കും മുകേഷിനും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ്. ജയസൂര്യക്കെതിരെ പുതിയതായി ഒരു പരാതി കൂടി ലഭ്യമായി എന്ന് മനസ്സിലാക്കുന്നു. ഈ സോണിയ മൽഹാറിന്റെ പരാതിയിലുള്ള ആ യുവനടൻ ആരാണ്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ സോണിയ മൽഹാറിന്റെ മൊഴിയെടുക്കൽ പൂർത്തിയായോ വിനോദ്? കഴിഞ്ഞ ദിവസം തന്നെ ഈ അന്വേഷണ സംഘത്തിൽ 2 വനിതാ ഉദ്യോഗസ്ഥർ സോണിയയുമായി ബന്ധപ്പെട്ടിരുന്നു. പൂങ്കുഴലി നേരിട്ടും അതോടൊപ്പം തന്നെ ഐശ്വര്യ ഡോങ്റെ ഫോണിലൂടെയും സോണിയയുമായി സംസാരിച്ചിരുന്നു. തുടർന്ന് മെയിലായാണ് ഈ പരാതി അയച്ചിട്ടുള്ളത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പേര് ജയസൂര്യയുടേതാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ രേവതി സമ്പത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. മെഡിക്കൽ കോളേജ് വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വഞ്ചിയൂരിൽ രേവതി സമ്പത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. സിദ്ദിഖിനെതിരെയാണ് രേവതി പരാതി നൽകിയിട്ടുള്ളത്. 2016-ൽ പീഡനം നടന്നു എന്നതായിരുന്നു വെളിപ്പെടുത്തൽ. 2018-ലും 2019-ലും ഈ തരത്തിൽ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആവർത്തിച്ചുള്ള ഈ ആരോപണം വീണ്ടും വരികയും അതിപ്പോൾ പരാതിയായി തന്നെ അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തത്. 18 പരാതികൾ സംസ്ഥാന വ്യാപകമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പലതും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പരാതിയാണ്. നടന്മാരോ അല്ലെങ്കിൽ സംവിധായകരോ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകർ ആ നിലയ്ക്ക് സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന നിലയ്ക്കുള്ള പരാതികൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. സർക്കാരിനെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് ഈ കണക്കുകൾ. നേരത്തെ സർക്കാർ എടുത്തിരുന്ന ഒരു നിലപാട് പരാതികൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാം എന്നതായിരുന്നു. സജി ചെറിയാൻ ആ നിലയ്ക്ക് പറയുകയും പ്രതിപക്ഷത്തിൻ്റേത് മാത്രമല്ല പൊതുവിൽ സിനിമാ ലോകത്ത് നിന്ന് തന്നെ വലിയ വിമർശനം ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ സമ്മർദ്ദങ്ങൾക്ക് പിന്നാലെ തന്നെ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. ഈ അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം 2 ദിവസങ്ങളിലായി 18ഓളം പരാതികളാണ് ലഭിച്ചത്. അതുതന്നെ വലിയൊരു സംഖ്യയായി കണക്കാക്കുന്നു. വരും ദിവസങ്ങളിലും ഈ തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. മാത്രവുമല്ല മാധ്യമങ്ങളിലൂടെ ഈ വെളിപ്പെടുത്തൽ നടത്താത്ത ആളുകളും ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP-യാണ് അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഒരുപക്ഷേ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് വ്യക്തമാകുന്ന കേസുകൾ അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൈമാറാനുള്ള തീരുമാനം കൂടിയുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. 4 ഉന്നതരായ വനിതാ IPS ഉദ്യോഗസ്ഥർ വനിതകളായ ഉദ്യോഗസ്ഥരെ കൂടി ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർഭയം സ്ത്രീകൾക്ക് പരാതി പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടീമിനെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ടീമിൻ്റെ പ്രവർത്തനം വിനോദ്, ഇപ്പോൾ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ 18 പരാതികൾ ലഭ്യമായിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം അത് വിശദമായി പരിശോധിച്ച് മൊഴിയെടുക്കൽ തുടരുന്നു. 2 പേർക്കെതിരെ, അതായത് ഇതുവരെയും കേസെടുത്തിരിക്കുന്നത് രഞ്ജിത്തിനും സിദ്ദിഖിനുമെതിരെ മാത്രമാണ്. കൂടുതൽ പേർക്കെതിരായിട്ടുള്ള നടപടികൾ അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? കാരണം സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസാണ്, രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ്. അങ്ങനെയെങ്കിൽ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമോ? അതോ ഇവർക്ക് ഈ 2 പേരും സിദ്ദിഖും നിയമോപദേശം തേടിയിട്ടുണ്ട്, ഒരു ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് നീങ്ങാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. രഞ്ജിത്തും ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. അതിനു മുൻപ് ഇവർക്കൊരു കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഈ അന്വേഷണ സംഘം കടക്കുമോ വിനോദ്? ടോം, ഇക്കാര്യത്തിൽ നേരത്തെ സിദ്ദിഖ് എടുത്തൊരു നിലപാട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുന്നില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. അറസ്റ്റിൻ്റെ സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാനുള്ള നടപടികളാണ് ഉള്ളതെന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിദ്ദിഖ് അഭിഭാഷകരുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും 2 പേർക്കെതിരെയും രഞ്ജിത്തിനെതിരെയും ഈ നിലയ്ക്ക് തന്നെയാണ്. ബംഗാളി ചലച്ചിത്ര താരത്തിൻ്റെ പരാതിയിലാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിലും
ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. സിദ്ദിഖിൻ്റെ കാര്യത്തിലും ആ നിലയ്ക്ക് തന്നെയാണ്. കൂടുതൽ FIRകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ചലച്ചിത്ര രംഗത്തുള്ള കൂടുതൽ പേർക്കെതിരെ കേസുകൾ വരാനുള്ള ഒരു സാഹചര്യമാണ്. ഇതിനിടയിലാണ് ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട ആ വിവാദവും ഉയർന്നു വരുന്നത്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി ഏത് നിലയ്ക്കാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ കോൺക്ലേവ് നടത്താൻ സമ്മതിക്കില്ലെന്ന് പ്രതിപക്ഷം ഇതിനകം വ്യക്തമാക്കുകയും ചെയ്തു. വലിയ വിവാദങ്ങളിലേക്ക് ഇനി വരും ദിവസങ്ങളിൽ ഈ വിവാദങ്ങൾ കൂടുതൽ മുറുകാനുള്ള ഒരു സാധ്യത തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നയരൂപീകരണ കമ്മിറ്റിയുണ്ട്. അതിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ആവശ്യം ഉയർന്നു വന്നതിന് പിന്നിൽ തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് കൂടി ഇത് വഴിമാറും എന്നത് വ്യക്തമായി നൽകുന്നൊരു സൂചനയായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല CPMൻ്റെ ഒരു നേതാവായി MLA ആയി മുകേഷ് ഇങ്ങനെ തുടരുമ്പോൾ അത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൂടി കാര്യങ്ങളെ കൊണ്ടുപോകും. മുകേഷിൻ്റെ രാജി എന്ന ആവശ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ MLAമാർ നേരത്തെ M. വിൻസെൻ്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇത്തരത്തിൽ വിവാദം ഉയർന്നു വന്നപ്പോൾ അവരാരും തന്നെ രാജിവെച്ചില്ല എന്നൊരു കാര്യമാണ് സർക്കാർ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. ഈ നിലയ്ക്ക് ഇപ്പോൾ സിനിമാ ലോകത്ത് നിന്ന് ഉയർന്നു വരുന്നൊരു വിവാദം അത് രാഷ്ട്രീയത്തിലും ബാധിക്കുന്നു, രാഷ്ട്രീയ വിവാദമായി കൂടി മാറുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായിരുന്നാലും പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇനി കോടതി പരിഗണിക്കേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നിലെത്തിയപ്പോൾ സ്വകാര്യ ഹർജിയുടെ ഭാഗമായാണ് കോടതി. M. വിൻസെന്റിന് സമാനമായിട്ടുള്ള കേസല്ലല്ലോ വിനോദ് ഈ മുകേഷിന്റെ കേസ്. കാരണം മുകേഷിനെതിരെ ഒരു പരാതിയല്ല, നിരവധി വനിതാ താരങ്ങൾ പരാതിയുമായി മുന്നോട്ട് നീങ്ങുന്നു. പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന വ്യക്തി, ഒരു ചുമതല വഹിക്കുന്ന വ്യക്തി, ഒരു MLA ഈ നയരൂപീകരണ സമിതിയിൽ അംഗം. അതുകൊണ്ട് തന്നെ ഈ നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആ സമിതിയിലുള്ളവരിൽ പോലും ചില ആശയക്കുഴപ്പമുണ്ട്, ചില ഭിന്നാഭിപ്രായമുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല ഈ പീഡന പരാതികളിൽ മുകേഷിനെതിരെ ഏതെങ്കിലും സാഹചര്യത്തിൽ കേസെടുക്കുന്ന ഒരു നടപടികളിലേക്ക് നീങ്ങിയാൽ ഒരു മുകേഷ് MLA പദവി ഉൾപ്പെടെ രാജിവെക്കണം എന്ന ഒരാവശ്യം CPMൽ നിന്ന് ഉയരുമോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം M. വിൻസെൻ്റ് അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിൽ ഈ രണ്ട് നേതാക്കളുടെ കാര്യം സർക്കാർ കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. രണ്ടുപേർക്കെതിരെയും ഇങ്ങനെ പീഡന പരാതി M. വിൻസെൻ്റ് റിമാൻഡിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തരത്തിൽ പരാതികൾ ഉയർന്നു വന്നപ്പോൾ ഇരുവരും രാജിവെക്കുന്ന ഒരു നിലയിലേക്ക് പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെയും CPI ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിലപാട് നിർണായകമാണ്. കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറഞ്ഞത് ഇക്കാര്യം ചർച്ച ചെയ്ത് മാത്രമേ അക്കാര്യത്തിലൊരു തീരുമാനം, അതായത് മുകേഷിൻ്റെ രാജി സംബന്ധിച്ചൊരു ചോദ്യം ഉയർന്നപ്പോൾ രാജി വേണ്ട എന്നല്ല ബിനോയ് വിശ്വം പറഞ്ഞത്, മറിച്ച് ഇക്കാര്യത്തിലൊരു ചർച്ച വേണം, ചർച്ച ചെയ്ത് മാത്രമേ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കഴിയൂ എന്നൊരു കാര്യമാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അവിടെ അവസാനിക്കുന്നില്ല. കാരണം മുകേഷിനെതിരെയുള്ള പരാതികൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്ന സാഹചര്യമുണ്ട്. പൊതുവിൽ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന നിലയിൽ, അതായത് ഒന്നിൽ കൂടുതൽ പരാതികൾ ഇപ്പോൾ സിദ്ദിഖിനെതിരെ അല്ലെങ്കിൽ ഇടവേള ബാബുവിനെതിരെ, മുകേഷിനെതിരെ, ജയസൂര്യക്കെതിരെ, പ്രത്യേകിച്ച് ജയസൂര്യക്കെതിരെ 2 പരാതികൾ വരുന്നു. ഈ ആരോപണ വിധേയർക്ക് നേരെ കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം അതുതന്നെയാണ് ഈ രാഷ്ട്രീയ ചർച്ചകളിലേക്കും വഴിമാറുന്നത്. സിനിമാ ലോകത്തെ മാത്രം പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവമായി ഇത് ഒതുങ്ങുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അവിടെയാണ്. മറിച്ച് ഈ കോൺക്ലേവ് തടയും, ഈ നിലയ്ക്ക് ഇപ്പോൾ നടത്താൻ തീരുമാനിച്ച നിലയ്ക്ക് കോൺക്ലേവ് നടത്തിയാൽ അത് തടയുമെന്ന് പ്രതിപക്ഷം പറയുന്നു. മുകേഷിനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുകയും ചെയ്യുന്നു. ആ നിലയ്ക്ക് ഇതിനൊരു രാഷ്ട്രീയ മാനം കൂടി ഒരു വശത്ത് കൈവരുന്നു എന്നത് വസ്തുതാപരമായ കാര്യമാണ്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന അത്യന്തം ഗൗരവമായ വിഷയങ്ങൾ കോടതി അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യം ഉയരാം. അവിടെ അങ്ങനെ ഒരു ചോദ്യത്തെ പ്രതിരോധിക്കാൻ കൂടി സർക്കാരിന് ഇപ്പോഴത്തെ നടപടികൾ ഗുണകരമാകും, അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇപ്പോഴുള്ള ഈ ഉന്നതതല സംഘം 4 വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഈ ടീമിനെ ഉപയോഗിച്ചിട്ടുള്ള അന്വേഷണം അത് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതാണ്. കോടതിയിൽ എന്ത് സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട് എന്ത് എന്ന ചോദ്യമുയർന്നാൽ അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിൽ അങ്ങനെ ഒരു പ്രതിരോധ കവചമായി തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനം മാറും. വളരെ പെട്ടെന്ന് തന്നെ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിയുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഈ ടീം കോൺസ്റ്റിറ്റ്യൂട്ട്
ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ആളുകളെ ബന്ധപ്പെടുകയും അവരിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോഴും മൊഴിയെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി ഈ മൊഴിയെടുപ്പ് പുരോഗമിക്കുന്നു. സിദ്ദിഖിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ, ബലാത്സംഗം ചെയ്തു എന്ന വെളിപ്പെടുത്തൽ നടത്തിയ യുവനടിയിൽ നിന്നാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. വഞ്ചിയൂരിൽ ഇപ്പോഴും മൊഴി രേഖപ്പെടുത്തുന്ന നടപടി തുടരുകയാണ്. മ്യൂസിയം വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത്. വളരെ പെട്ടെന്ന് തന്നെ 18 പരാതികൾ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് വരുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സിദ്ദിഖിൻ്റെ പരാതിയുണ്ട്. സിദ്ദിഖ് ഈ നിലയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. മുകേഷ് പരാതിയുമായി രംഗത്തുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന പരാതി മുകേഷും നൽകുന്നു. സിദ്ദിഖും ആ നിലയ്ക്ക് തന്നെയാണ്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായും അതുതന്നെയാണ് ഇനി പരിശോധിക്കേണ്ട വിഷയം. ഇത്തരത്തിലുള്ള പരാതികളും നടന്മാരും ഈ നടിമാർക്കെതിരെ, പരാതിക്കാർക്കെതിരെ പരാതിയുമായി മുന്നോട്ട് നീങ്ങുന്നു. വിനോദ് തുടരുക. ഡാനി പോൾ, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ഇന്നലെ മുകേഷ് ഈ മിനു മുനീറിനെതിരെ, ഈ പരാതിക്കാരിയായ മിനു മുനീറിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. അതായത് ഈ പരാതിക്ക് പിന്നെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട്. ഇതിനു മുൻപ് പണം ആവശ്യപ്പെട്ടുകൊണ്ട് മിനു മുനീർ തന്നെ സമീപിച്ചിരുന്നു. അത് കൊടുക്കാത്തതിൻ്റെ വിരോധത്തിലാണ് ഇതുപോലുള്ള ഒരു പീഡന പരാതിയുമായി മിനു മുനീർ രംഗത്തെത്തിയതെന്ന ഒരാരോപണമാണ് മുകേഷ് ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. മാത്രമല്ല സിദ്ദിഖ്, ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവരും ഈ പരാതിക്കാർക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നു. ആ പരാതികളും, അതായത് ഈ ആരോപണ വിധേയരായിട്ടുള്ളവരുടെ പരാതികളും ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടോ ഡാനി? ടോം, സ്വാഭാവികമായും അതുകൂടി പരിശോധിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവർ ഉന്നയിച്ച കാര്യങ്ങൾ അത് എത്രത്തോളം സത്യമാണ്, അവർ അത് വെറുതെ ഒരു വാദത്തിന് വേണ്ടി പറയുകയാണോ, അതോ നിലനിൽക്കാൻ വേണ്ടി ചിലത് തിരിച്ചു പറയുന്ന പോലെ അത് മാത്രമാണോ കാര്യമെന്നതടക്കം സ്വാഭാവികമായും പരിശോധിക്കും. അതുകൊണ്ട് തന്നെയാണ് മുകേഷ് പണം ആവശ്യപ്പെട്ടു, ഇവർ പണം ആവശ്യപ്പെട്ടു, മിനു മുന്നിൽ പണം ആവശ്യപ്പെട്ടു എന്ന് മുകേഷ് പറയുമ്പോൾ പക്ഷേ മിനു അത് വെല്ലുവിളിക്കുന്നുണ്ട്. കാരണം ഇത് ഏതെങ്കിലും രീതിയിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിയിക്കൂ എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ അത് അത്തരം കാര്യങ്ങൾ പറയാൻ അത് ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ നിന്നൊരു പ്രതികരണം പിന്നീട് മറുഭാഗത്തു നിന്നുണ്ടായില്ല. അതോടൊപ്പം തന്നെയാണ് ഇടവേള ഭാവവും പരാതി പറയുന്നത്. അത് പരാതി നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ തന്നെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ഗൂഢാലോചന ഇക്കാര്യങ്ങളിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും തന്നെയോ അവർ നൽകുന്ന പരാതികളും സ്വാഭാവികമായും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് തന്നെ എത്തും. ഇത്തരം മൊഴിയെടുപ്പിൽ അതുകൂടി ചോദിച്ചു പോകുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവർക്കെതിരെ വന്നിരിക്കുന്ന പരാതികളുടെ ഒരു സാങ്കത്യം എന്താണ്, അത്തരം കാര്യങ്ങളിൽ എന്ത് വിശദീകരണമാണ് ഇവർക്ക് നൽകാനുള്ളത്, ഇവർ പറയുന്ന കാര്യങ്ങളിൽ മറുഭാഗവും പ്രത്യേകിച്ച് തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അവർ വെറുതെ വാക്കായി പറയുന്ന കാര്യങ്ങളാണോ, ഒരു ആക്ഷേപമായി ഒരു ആരോപണമായി ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയമാണോ എന്നും ഇതുവരെയും മനസ്സിലായിട്ടില്ല. അത്തരം കാര്യങ്ങളാണെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ തെളിവുകൾ അടക്കം നൽകേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ അത് ഒരു ആരോപണത്തിനപ്പുറം മറ്റെന്ത് കഴമ്പാണ് അതിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് അത്തരം വിഷയങ്ങൾ കൂടിയെത്തും. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പരാതി, ഈ 7 പേർക്കെതിരെ വന്നിരിക്കുന്ന പരാതികൾ അതിന്റെ ഒരു സാങ്കത്യം മുഴുവനായും തന്നെ പരിശോധിക്കുമെന്ന് പറയുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതിനുള്ളൊരു സാഹചര്യം ഇതും കൂടിയാണ് ടോം സൂചിപ്പിച്ചത് പോലുള്ള സാഹചര്യങ്ങൾ കൂടി അതിനുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കും. മാത്രവുമല്ല 7 പേർക്കെതിരായ പരാതികളാണ്, 7 വ്യത്യസ്ത സാഹചര്യങ്ങളും വ്യത്യസ്ത സമയവുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും മുന്നോട്ട് പോകുക. കാരണം ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ചുവടുവയ്പ് വേണമെന്നത് സർക്കാർ നിർദ്ദേശം തന്നെയാണ്. കൃത്യം ഒരു വീഴ്ചയുമില്ലാതെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തോട് മുന്നോട്ട് പോകാൻ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടത് ഉറപ്പിക്കേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മൊഴികൾ പരിശോധിച്ച ശേഷം മുന്നോട്ട് പോകുന്നത്. ഇവർ നൽകിയ പരാതികളും ഇവർക്കെതിരെ ഉയർത്തിയുള്ള ആരോപണവും ഈ അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ടോം, ഡാനി തുടരുക. വിനോദിലേക്ക് വീണ്ടും. വിനോദ്, നടൻ ജയസൂര്യക്കെതിരെ 2 പരാതികളാണ് ഇതുവരെയും ലഭിച്ചിരിക്കുന്നത്. അതിലൊന്ന് സോണിയ മൽഹാറിന്റെ പരാതിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവർ ഇക്കാര്യത്തിൽ പേര് വ്യക്തമാക്കിയിട്ടില്ല. എങ്കിൽ പോലും ആ രീതിയിലുള്ള ചില സൂചനകളുണ്ട്. പക്ഷെ ഇതുവരെയും പല നടന്മാരും, ഈ ആരോപണ വിധേയരായിട്ടുള്ളവരെല്ലാം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ജയസൂര്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം
ഇതുവരെയും ലഭ്യമായിട്ടുണ്ടോ? ഈ പരാതികളിൽ ജയസൂര്യ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രതികരണവുമായി സമൂഹ മാധ്യമങ്ങളിലോ മറ്റോ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നോ? ജയസൂര്യക്കെതിരെ കൂടുതൽ ആളുകൾ അത് ഇതുവരെയും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മിനു മുനീർ പറഞ്ഞത് പിന്നിൽ നിന്നും അവരെ കയറി പിടിച്ചു. സോണിയ മൽഹാറിൻ്റെതാണ് രണ്ടാമത്തെ പരാതി. കൂടുതൽ സ്ത്രീകൾ, കൂടുതൽ വനിതാ താരങ്ങൾ ഇനി പരാതിയുമായി രംഗത്തെത്താനുള്ള സാധ്യതയുണ്ടോ വിനോദ്? ടോം, ഇതിൽ രഞ്ജിത്തിന്റെ വിശദീകരണം, അല്ലെങ്കിൽ സിദ്ദിഖിന്റെ വിശദീകരണം, മണിയമ്പിള്ള രാജുവിന്റെ പ്രതികരണം, അങ്ങനെ പലരുടെയും പ്രതികരണങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അവരെല്ലാം അവരുടെ നിരപരാധിത്വം വെളിപ്പെടുത്തി, അല്ലെങ്കിൽ അങ്ങനെ നിലപാട് സ്വീകരിച്ചാണ് അവരുടെ വാക്കുകൾ. എന്നാൽ ഇതുവരെയും ജയസൂര്യ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. തിരുവനന്തപുരത്തു നിന്നുള്ള പരാതിയിൽ, സോണിയയുടെ പരാതിയിൽ സോണിയ പരസ്യമായി പേര് പറയുന്നില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പേര് ജയസൂര്യയുടെ തന്നെയാണ്. അതേസമയം കൊച്ചിയിൽ നിന്നുള്ള മെനുവിൻ്റെ പരാതിയിൽ കൃത്യമായി പറയുന്നത് ജയസൂര്യയുടെ പേര് തന്നെയാണ്. ആ നിലയ്ക്ക് ജയസൂര്യയുടെ ഒരു പ്രതികരണം അത് ഏവരും പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ഇതുവരെയും ജയസൂര്യയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണമോ വിശദീകരണമോ ഉണ്ടായിട്ടില്ല എന്നതാണ്. അമ്മയിലും വലിയ ഭിന്നതയാണ് നിലനിൽക്കുന്നത്. 4 യുവതാരങ്ങൾ, എക്സിക്യൂട്ടീവിലുള്ള 4 പേരാണ്. അവർ ഈ പൂർണ്ണമായും കമ്മിറ്റി പിരിച്ചു വിട്ടതിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. ജഗദീഷിന് ഉൾപ്പെടെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കാരണം മോഹൻലാൽ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടതായിരുന്നു. അതല്ലാതെ കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിട്ട് ഇങ്ങനെ ഒളിവിൽ പോകുന്ന തരത്തിൽ മാറി നിൽക്കുന്നത് ശരിയല്ല, നിലപാട് പറയേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം പൊതുവിൽ അമ്മയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾക്കിടയിലുണ്ട്, അമ്മയിലെ അംഗങ്ങൾക്കിടയിലുണ്ട്. അമ്മയിൽ അംഗങ്ങളല്ലാത്ത ചലച്ചിത്ര താരങ്ങൾക്ക് അത്തരത്തിലുള്ള അഭിപ്രായമുണ്ട്. അതായത് സിനിമാ ലോകത്ത് തന്നെ ഇത് സംബന്ധിച്ച് വലിയ ഭിന്നതയും തർക്കവും നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇനിയുള്ള കാര്യങ്ങൾ. അവിടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ആ തീയതി മാറ്റുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് അഡ്ഹോക് കമ്മിറ്റി വേണം. അമ്മയുടെ സംഘടനാപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മറ്റൊരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലും ഒരു തീരുമാനമായിട്ടില്ല. ഇനി അടുത്ത ജനറൽ ബോഡി അത് സംബന്ധിച്ചുള്ള തീരുമാനമായിട്ടില്ല. തിരഞ്ഞെടുപ്പ് 3 മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അത് ഏത് തരത്തിലായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണയും ഇതുവരെ ഏതെങ്കിലും പ്രധാനപ്പെട്ട താരങ്ങൾ ആരും തന്നെ പറയുന്ന ഒരു സാഹചര്യവുമില്ല. അങ്ങനെ അമ്മയിൽ തന്നെ മുഴുവൻ അടിമുടി ആശയക്കുഴപ്പവും ഭിന്നതയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് അന്വേഷണം ഒരു വഴിക്ക് ദ്രുതഗതിയിൽ പോകുന്നതും. വളരെ പെട്ടെന്ന് തന്നെ ഈ പരാതി നൽകിയ, അല്ലെങ്കിൽ പരാതി ഉന്നയിച്ച, ആരോപണം ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ നിന്നോ മറ്റ് നടിമാരിൽ നിന്നോ ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അജിത ബീഗം, ഐശ്വര്യ ഡോങ്റെ, പൂങ്കുഴലി തുടങ്ങി പ്രധാനപ്പെട്ട 4 വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു 7-അംഗ പ്രത്യേക അന്വേഷണ സംഘം, അതിന് മേൽനോട്ടം വഹിക്കുന്നതിന് ക്രൈംസിൻ്റെ ADGP ഉണ്ട്. അതോടൊപ്പം തന്നെ ലോ ആൻഡ് ഓർഡർ ADGPയുടെ AIG ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ സഹായിക്കുന്ന AIG അതിലുണ്ട്. ക്രൈംബ്രാഞ്ച് SP മധുസൂദനുണ്ട്. ആ തരത്തിൽ ഉന്നതരായ ഉദ്യോഗസ്ഥരെല്ലാം അടങ്ങുന്ന ഒരു സംഘത്തെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചത്. ആ സംഘത്തിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ച ആളുകളെ നേരിൽ കാണുക തന്നെ ചെയ്തു. കഴിഞ്ഞ ദിവസം തന്നെ ഇവരെല്ലാം തന്നെ നേരിൽ കാണുന്നതിനുള്ള ശ്രമം ഉന്നത ഉദ്യോഗസ്ഥർ നടത്തി. അതിനുശേഷം ഇവരിൽ നിന്ന് പരാതി സ്വീകരിക്കുകയായിരുന്നു. പലരും മെയിലായാണ് പരാതി അയച്ചത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി ഈ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കും പോകുന്നു. ഒരുപക്ഷെ ഈ ജാമ്യമില്ലാ വകുപ്പുകൾ എടുത്തിട്ടുള്ള കേസുകളിൽ, ബലാത്സംഗം പോലുള്ള കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ളവർ മുൻകൂർ ജാമ്യം എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തള്ളുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട സമയത്ത് സർക്കാർ കൈക്കൊണ്ട തീരുമാനം അവിടെ മുഖം നോക്കാത്ത നടപടിയായിരുന്നു. പ്രധാനപ്പെട്ട താരം ദിലീപിൻ്റെ അറസ്റ്റ് അത് ഉണ്ടാകുമോ എന്നൊക്കെ സംശയിച്ച ആളുകളുണ്ട്. പക്ഷേ അവിടെ ഒരു ആശയക്കുഴപ്പവും ഇല്ലായിരുന്നു. ആശയ വ്യക്തതയോടുകൂടി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോയത്. അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്ക് കാര്യങ്ങൾ നീണ്ടു. ആ നിലയ്ക്ക് ഇപ്പോഴും കാര്യങ്ങൾ അതാണ് ഇനി അറിയേണ്ടത്. ഇനി ഈ കടുത്ത നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമോ? ഈ പ്രധാനപ്പെട്ട താരങ്ങളുടെ സിദ്ദിഖ്, രഞ്ജിത്ത് എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ നടിമാരുടെ മൊഴികളെടുക്കുന്നു. അതിനുശേഷമായിരിക്കും കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമോ, ഇവർക്കെതിരെ ഏതു വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകൾ എടുക്കണം എന്ന കാര്യം പരിശോധിക്കുക. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഈ വാർത്തകളിലേക്ക് തന്നെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികളിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി പരാതിക്കാരുടെ മൊഴിയെടുക്കുകയാണ്. അതിനിടെ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനും കേസെടുത്തതിന് പിന്നാലെ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. ലൈംഗിക അതിക്രമങ്ങളിൽ ഇതുവരെയും
18 പരാതികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, നേരത്തെ സിദ്ദിഖ് പറഞ്ഞത് താൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കില്ല എന്നാണ്. പക്ഷേ ജാമ്യവില വകുപ്പ് പ്രകാരം ബലാത്സംഗ കുറ്റത്തിനാണ് സിദ്ദിഖിനെതിരെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. രഞ്ജിത്തും ആ രീതിയിൽ നീക്കം ആരംഭിച്ചിരുന്നു. കോടതിയെ സമീപിക്കുന്നു, ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇവരുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനാണ് നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. കോടതി നാളെ ഈ കേസ് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ ആജ്ഞ? ടോം, 376 വകുപ്പ്, അതായത് ബലാത്സംഗത്തിനെതിരെയുള്ള ശിക്ഷാ നടപടിയാണ്. IPC 376 വകുപ്പ് പ്രകാരമാണ് സിദ്ദിഖിനെതിരെ കേസെടുക്കാൻ നീക്കമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജാമ്യമില്ലാ വകുപ്പാണ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ടാണ് സിദ്ദിഖ് പോലീസ് നിയമ വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്, നിയമോപദേശം തേടിയിട്ടുള്ളത്. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് സിദ്ദിഖിന്റെ അഭിഭാഷകനായി വരാൻ തയ്യാറായത് എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഈ രഞ്ജിത്ത് ആജ്ഞ, രഞ്ജിത്തും നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ സിദ്ദിഖ് ഈ പരാതിക്കാരിക്കെതിരെ പരാതി നൽകിയിരുന്നു. അതോടൊപ്പം മറ്റ് താരങ്ങളും, ഇടവേള ബാബു പരാതി നൽകിയിരിക്കുന്നു, അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുന്നു. അത്തരമൊരു നടപടികളും ഈ നടന്മാരുടെ ഭാഗത്തു നിന്നും ആരോപണ വിധേയരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ സംഭവങ്ങളിലൊക്കെ പോലീസ്, ഈ ലോക്കൽ പോലീസാണ്, ഇവരുടെയൊക്കെ പരാതികൾ ലോക്കൽ പോലീസാണോ അന്വേഷിക്കുന്നത്, അതോ ഈ ആരോപണ വിധേയരുടെ പരാതിയും പ്രത്യേക അന്വേഷണ സംഘം പരിഗണിക്കുന്നുണ്ടോ? ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപെത്തിയിരിക്കുന്ന പരാതികളൊക്കെ ലോക്കൽ അതാത് സ്റ്റേഷനുകളിൽ അന്വേഷിക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ള നടന്മാരൊക്കെ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖ് ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമാണ്, ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ്. മറ്റൊരു മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് എസ് രാജീവിനോടും മറ്റു ചില നടന്മാരിൽ ചിലർ സമീപിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ബാബുരാജ് സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയതുപോലെ തന്നെ ബാബുരാജിനെതിരെയും അതേ കുറ്റം തന്നെയാണ് ചുമത്താനുള്ള സാധ്യതയെന്നാണ്. അതായത് ബലാത്സംഗം ആരോപണവും ഉന്നയിച്ചിട്ടാണ് നടി രംഗത്തെത്തിയിരിക്കുന്നത്. സിദ്ദിഖിനെതിരെ 376 വകുപ്പ് ചുമത്തുമ്പോൾ നേരത്തെ രഞ്ജിത്തിന്റെ കാര്യം ചോദിച്ചു. പക്ഷെ രഞ്ജിത്തിനുള്ള ഒരു ഇളവ് എന്ന് പറയുന്നത് രഞ്ജിത്തിന് എതിരെ എടുത്തിരിക്കുന്ന കേസ് ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമമാണ്. അത് ജാമ്യമുള്ള വകുപ്പ് തന്നെയാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സിദ്ദിഖിന്റെ കാര്യം അങ്ങനെയല്ല. സിദ്ദിഖിന്റെ കാര്യം തീർത്തും ജാമ്യമില്ലാത്ത കേസ് തന്നെയാണ്. 376 വകുപ്പാണ്. 2009 മുതലുള്ള കാലഘട്ടത്തിൽ IPC തന്നെയാണ് ചുമത്തുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരിക്കും ഈ കേസ് മുന്നോട്ട് പോകുക. അതുകൊണ്ടാണ് സിദ്ദിഖിന് ഇതിൽ മുൻകൂർ ജാമ്യം തേടിയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതേ സമാനമായ സ്വഭാവമുള്ള കേസ് തന്നെയാണ് ബാബുരാജിനെതിരെയും വരുന്നത്. അലൻസിയർക്കെതിരെ, അതുപോലെ M മുകേഷ് തുടങ്ങിയ ആളുകളൊക്കെയും, ഇടവേള ബാബു തുടങ്ങിയ ആളുകളൊക്കെയും നിയമോപദേശം തേടിയിട്ടുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട. അതേസമയം മൊഴി എവിടെയാണോ രേഖപ്പെടുത്തുന്നത് ആ ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ടായിരിക്കും കേസ് മുന്നോട്ട് പോവുക. കേസ് എവിടെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ പരാതി എവിടെയാണോ നൽകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ടായിരിക്കും കേസ് മുന്നോട്ട് പോവുക എന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവരൊക്കെ, അതായത് ഈ നടന്മാരൊക്കെ, ആരോപണ വിധേയരായ നടന്മാരൊക്കെ നിയമോപദേശം തേടുന്നുണ്ട്. പ്രത്യേകിച്ചും സിദ്ദിഖിന്റെ കാര്യത്തിൽ നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. ദിലീപിന്റെ കേസ് ദിലീപിന്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ്. അദ്ദേഹം ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ നിയമോപദേശം തന്നെയാണ് സിദ്ദിഖ് കാര്യത്തിൽ എടുത്തിട്ടുള്ളതും. എന്തായാലും സിദ്ദിഖിനെതിരെ FIR ഇടുന്ന ഒരു പ്രൊസീജിയർ നിൽക്കുന്നുണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ. അത് അന്വേഷണ സംഘത്തിന്റെ ചുമതലയിൽ പെടുന്നതാണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. FIRന്റെ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നിന്നും. പോലീസ് സ്റ്റേഷനുമായി നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ ലഭിച്ച വിവരം ഇതാണ്. അതുകൊണ്ട് അതിനുശേഷമായിരിക്കും ഈ ആന്റിസിപ്പേറ്ററി ബെയിലുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നിയമ നടപടിയിലേക്ക് നീങ്ങുന്നവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. സിദ്ദിഖും രഞ്ജിത്തും മറ്റ് താരങ്ങളുടെ ആരോപണ വിധേയരായിട്ടുള്ള മുകേഷ് ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം എന്തായിരിക്കും? കാരണം ഒരുപക്ഷേ പോലീസ് കേസെടുത്ത ശേഷം മാത്രമായിരിക്കുമോ അവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് നീങ്ങുക എന്നതും അറിയേണ്ടതാണ്. എന്തായാലും വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പരാതികൾ ആരോപണ വിധേയർ ഒറ്റയ്ക്ക് നേരിടണമെന്നാണ് അമ്മയുടെ നിലപാടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടെ ഭരണസമിതി ഒന്നടങ്കം ഒഴിയാനുള്ള തീരുമാനത്തിൽ അമ്മയിൽ ചില അതൃപ്തികൾ, ചില ഭിന്നത ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ആ വാർത്ത പരിശോധിക്കാം, അതിലേക്കെത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. ഭരണസമിതി ഒന്നടങ്കം ഒഴിയാനുള്ള തീരുമാനത്തിൽ അമ്മയിൽ കടുത്ത ഭിന്നത ഉടലെടുത്തിരുന്നു. രാജിവെക്കാനുള്ള തീരുമാനത്തിൽ വിനു മോഹൻ, അനന്യ, ടൊവിനോ, സരയു എന്നിവരാണ് എതിർപ്പറിയിച്ചത്. ഒടുവിൽ ഭൂരിപക്ഷ തീരുമാനത്തിന് 4 പേരും വഴങ്ങുകയായിരുന്നു. വിഷയത്തിൽ അമ്മ ഇതുവരെയും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പരാതികൾ ആരോപണ വിധേയർ ഒറ്റയ്ക്ക് നേരിടണം എന്നാണ് അമ്മയുടെ നിലപാട്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നവമി, ഇന്നലെ ഇത് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. അമ്മയുടെ ഭരണസമിതി അംഗങ്ങൾ പൂർണ്ണമായും ആ ഭരണസമിതിനെ തന്നെ പിരിച്ചുവിടണം എന്നത് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്നായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ യുവതാരങ്ങൾ ടൊവിനോ തോമസ്, വിനു മോഹൻ, അനന്യ ഉൾപ്പെടെയുള്ളവർ ഈ ഭരണസമിതി തന്നെ പൂർണ്ണമായും ഒഴിയണം, രാജിവെക്കണം എന്നൊരു തീരുമാനത്തിൽ ചില ഭിന്നത, എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാണ് ഒടുവിൽ അറിയാൻ കഴിഞ്ഞ വിവരം. അത് ഏത് രീതിയിൽ, അതായത് ഈ ആരോപണ വിധേയരെ മാത്രം മാറ്റി നിർത്തിയാൽ മതി എന്നായിരുന്നോ ഇവരുടെ നിലപാട്? ധാർമ്മികതയുടെ പേരിൽ ഞങ്ങൾ കൂട്ടത്തോടെ രാജിവെക്കുന്നു എന്നൊരു പത്രക്കുറിപ്പാണ് അമ്മയിൽ നിന്നും ലഭിച്ചത്. പക്ഷേ അതിൽ തന്നെ ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഉയർന്നിരുന്നു. ഈ പത്രക്കുറിപ്പ്, അതായത് കൂട്ടരാജിക്ക് ശേഷം, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു നടപടി. അതിനുശേഷം നടന്മാരായ ബൈജു, അരൂപ് ചന്ദ്രൻ അടക്കം രംഗത്തെത്തി. ഇത് കൂട്ടപ്പിരിച്ചുവിടൽ അത് ആവശ്യമായിരുന്നോ, കൂട്ടരാജി ആവശ്യമായിരുന്നോ? കാരണം ഒരാൾ ചെയ്ത തെറ്റല്ലേ, അല്ലെങ്കിൽ 1-2 പേർക്ക് മാത്രമെതിരെയുള്ള ആരോപണത്തിൽ സംഘടനയെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന ഇത്തരത്തിലൊരു രീതിയിലേക്ക് അത്ര ശരിയായില്ല എന്നുള്ളൊരു ആരോപണം മുതിർന്ന താരങ്ങൾ ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള യുവതാരങ്ങളായിട്ടുള്ള ടൊവിനോ തോമസ്, സരയു, അനന്യ, വിനു മോഹൻ, ഇവർ 4 പേരും ഈ പ്രസിഡന്റ് മോഹൻലാലിന്റെ ഈ തീരുമാനത്തെ ഒറ്റക്കെട്ടായി എതിർത്തു എന്ന വിവരം ലഭിക്കുന്നത്. ഇത് സരയു തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയായിരുന്നു. അതായത് ഇവർ പറയുന്നത്, ഈ ആരോപണ വിധേയർ, നമുക്കറിയാം, ആദ്യം ജനറൽ സെക്രട്ടറി ആയ സിദ്ദിഖിന്റെ മേൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നു. പിന്നീട് സിദ്ദിഖ് മാറി നിൽക്കുന്നു, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നു. പകരം താൽക്കാലിക ചുമതല നൽകുന്നത് ബാബുരാജിനാണ്. ബാബുരാജിന്റെ പേരും പിന്നാലെ ഇത്തരത്തിലൊരു ആരോപണം വരുന്നു. അങ്ങനെയാണെങ്കിൽ ബാബുരാജും സിദ്ദിഖും മാത്രമാണ് ഇപ്പോൾ ചുമതലയുള്ള 2 വ്യക്തികൾ. അവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും ഒരാളുകളെ കൂടി, 2 പേരെയും കൂടി പകരം നിയമിച്ചാൽ പോരെ? അതിന് പകരം ഇത്ര മൊത്തത്തിൽ എല്ലാവരെയും ഈ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് പ്രസിഡന്റ് രാജിവെച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കാതെയുള്ള ഒളിച്ചോട്ടമല്ലേ എന്നൊരു ചോദ്യം ഈ യുവതാരങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നീട് മുതിർന്ന താരങ്ങളടക്കം ഇവരെ അനുനയിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു രാജിയിലേക്ക് സന്നദ്ധത, അല്ലെങ്കിൽ രാജിവെക്കാമെന്നൊരു തീരുമാനത്തിൽ ഈ യുവതാരങ്ങളും ചേർന്നത്. അവരുടെ ഈ മുതിർന്ന താരങ്ങൾ അവരെ അത്രമാത്രം അവരിലേക്ക് സംസാരിച്ചത് കൊണ്ട് മാത്രമാണെന്ന് സരയുവും അനന്യയും വിനു മോഹനും ഒക്കെ പിന്നീട് വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരത്തിലുള്ളൊരു കൂട്ടരാജിയിലേക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പിന്നിൽ ഇതിനെന്തോ
ഒരു കാര്യം മുൻകൂട്ടി അല്ലെങ്കിൽ ഇനി എന്തോ കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് മോഹൻലാൽ അടക്കമുള്ളവർ ഇത്തരത്തിൽ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ഉറപ്പായിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ യുവതാരങ്ങളുടെ ഈ ഒരു അഭിപ്രായം ഒരു വിധത്തിലെങ്കിലും പരിഗണിക്കേണ്ടതായിരുന്നു. അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, നമുക്കറിയാം 2 മാസം പോലും ആയിട്ടില്ല ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ട്, തിരഞ്ഞെടുപ്പിലൂടെ ഇവർ അധികാരത്തിലെത്തിയിട്ട്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ളൊരു കൂട്ടരാജി, അതും ചിലരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ ഈ ഒരു കൂട്ടരാജി, അതിന് പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ടെന്നാണ് ചില താരങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഇത് തന്നെയാണോ ധാർമ്മികത എന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. അങ്ങനെ ധാർമ്മികതയാണ് ഇവർ ഉന്നയിക്കപ്പെടുന്നതെങ്കിൽ സ്ഥാനത്തിൽ നിന്നും ആരോപണ വിധേയരെ മാത്രം മാറ്റിയതിനു ശേഷം എന്താണ് ഇവർക്കെതിരെ എടുക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് അമ്മ സ്വീകരിക്കുന്നത്, അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടതായിരുന്നു മോഹൻലാൽ. പ്രസിഡന്റായ മോഹൻലാലിന്റെയും ഒപ്പം മറ്റ് കമ്മിറ്റി അംഗങ്ങളുടെയും ചുമതല എന്ന കാര്യം കൂടിയാണ് അമ്മയിലുള്ള മറ്റംഗങ്ങൾ വ്യക്തമാക്കുന്നത്. ടോം. പക്ഷേ നവമി, ഈ മമ്മൂട്ടിയോട് അടക്കം അഭിപ്രായം തേടിയ ശേഷമാണ് മോഹൻലാൽ രാജിവെച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, മുതിർന്ന താരങ്ങളുടെ അടക്കം അഭിപ്രായം തേടി രാജിവെക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ അമ്മ കടന്നു പോകുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാൻ അമ്മ നേതൃത്വത്തിന് കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഒരു രാജി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ നിലവിൽ ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അമ്മയുടെ പുതിയ ഭാരവാഹികൾ ആരാകണം എന്നൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. 2 മാസമാണ് ഇതിനൊരു സമയപരിധിയുള്ള, അമ്മയുടെ ഭരണഘടന അനുസരിച്ച് 2 മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതി വേണം, അതിന് തെരഞ്ഞെടുപ്പ് വേണം. അതിനു മുൻപ് ഒരു അഡ്ഹോക് കമ്മിറ്റിയാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? ഈ അമ്മയുടെ നിലവിലെ ഭാരവാഹികൾ തന്നെയാണോ അഡ്ഹോക് കമ്മിറ്റിയിലുള്ളത്? പുതിയതായി ആരെങ്കിലും ഇതിന്റെ ചുമതലയിൽ വന്നിട്ടുണ്ടോ നവമി? മോഹൻലാൽ ഇന്നലെ തന്നെ ആ യോഗത്തിൽ പറഞ്ഞിരുന്നു, മമ്മൂട്ടി അടക്കമുള്ള മുതിർന്ന താരങ്ങളുടെ ഒക്കെ അഭിപ്രായം തേടിയിരുന്നു. മമ്മൂട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൂട്ടരാജി, പ്രസിഡന്റ് സ്ഥാനം മാത്രം രാജിവെക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള കൂട്ടരാജിയിലേക്ക് നീങ്ങാൻ. കാരണം ഇത്രയും വലിയൊരു ആരോപണം മോഹൻലാൽ തലപ്പത്തെത്തിയതിനു ശേഷം ഇത്ര വലിയൊരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് വളരെയേറെ വിഷമിപ്പിച്ചു എന്നുകൂടി മോഹൻലാൽ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എങ്കിൽ പോലും യുവതാരങ്ങളാണ് അവർ പറയുന്നത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അമ്മ സംഘടനയെ ഒന്നടങ്കം ഒരു ചോദ്യമുനയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണങ്ങളിലേക്ക് നിർത്തിക്കൊണ്ടുള്ള ഒരു മുങ്ങലല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാതെയുള്ള ഒളിച്ചോട്ടമല്ലേ എന്നൊരു കാര്യമാണ് ഈ യുവതാരങ്ങൾ ഉന്നയിക്കുന്നത്. സംഘടനയിലുള്ള മറ്റാളുകളും അത് തന്നെയാണ് ഉന്നയിക്കപ്പെടുന്നത്. ഈ ഒരു ചില വ്യക്തികൾക്ക് എതിരെയുള്ള ആരോപണത്തിൽ ഒരു സംഘടനയിലെ മെമ്പർ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും രാജിവെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, 2 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് വ്യക്തമാകുന്നത്. പക്ഷെ അത് എപ്പോഴാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ ഹൈക്കോടതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ആരോപണ വിധേയരുടെ പേരുകളുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിലെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന് ശേഷമായിരിക്കും പുതിയ അംഗങ്ങളെ അല്ലെങ്കിൽ പുതിയ ഒരു പാനലിനെ തിരഞ്ഞെടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് അമ്മ കടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അമ്മ സംഘടനയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ അഡ്കോ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതായത് നിലവിലുള്ള അംഗങ്ങൾ തന്നെ, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് ഈ കമ്മിറ്റിയിലും ഉള്ളത്. അവർക്ക് പക്ഷേ താൽക്കാലിക ചുമതലയാണ്. അവർ കൈകാര്യം ചെയ്യുന്നത് ഈ 1-ാം തീയതി ഈ സംഘത്തിലെ അംഗങ്ങൾക്ക് നൽകുന്ന കൈനീട്ടവും അതോടൊപ്പം തന്നെ ചില സാമ്പത്തിക സഹായവും, ചില ചികിത്സയിലുള്ളവർക്കും മറ്റുമൊക്കെയായിട്ട് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ ആളുകളെ നിയോഗിച്ചിരിക്കുന്നത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെയായിരിക്കും അത് നോക്കുക. പക്ഷെ മറ്റ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഭാരവാഹിത്വത്തിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊന്നും ഇവരായിരിക്കില്ല തീരുമാനമെടുക്കുക. അത് ഇനി ചേരുന്ന പുതിയ കമ്മിറ്റി ആയിരിക്കും, പുതിയ ആളുകളായിരിക്കും. പക്ഷെ അതിന്റെ തലപ്പത്തേക്ക് ആര് വരണമെന്നൊരു ചോദ്യമാണ് മറ്റൊന്നായി പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഒന്നാമത് ജനറൽ സെക്രട്ടറി സ്ഥാനം, പ്രസിഡന്റ് സ്ഥാനം, ഒപ്പം ഈ ഇത്തരത്തിലുള്ളൊരു നവമി സൂചിപ്പിച്ചതുപോലെ അമ്മയിൽ ഭിന്നത ഉണ്ടായിരുന്നു ഈ രാജിയുമായി ബന്ധപ്പെട്ട്. ഫെഫ്കയിലും
ഇതോടൊപ്പം ചില ഭിന്ന സ്വരങ്ങൾ ഉയരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് ഫെഫ്ക വ്യക്തമാക്കിയിരിക്കുന്നത്. മലയാള സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗരേഖ ആണെന്നും റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള എല്ലാ പേരുകളും പുറത്തു വരണമെന്നുമാണ് ഫെഫ്കയുടെ നിലപാട്. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് കത്തും അയച്ചിട്ടുണ്ട്. അല്ല, മുഖ്യമന്ത്രിയുടെ ആവശ്യപ്പെട്ടത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നെ ഇവിടെ ഈ മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന തകർത്തതിന് ശേഷം എന്നെ 12 വർഷത്തോളം ഇവിടുത്തെ സിനിമ സംഘടനകളെല്ലാം കൂടി ചേർന്ന് വിലക്കി നിർത്തിയ കാര്യമൊക്കെ. അപ്പം അതില് ഞാനത് കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയിരുന്നു. അതിനകത്ത് അമ്മ എന്ന സംഘടനയ്ക്കും ഫെഫ്ക എന്ന സംഘടനയ്ക്കും അതിന്റെ ഭാരവാഹികൾക്കുമൊക്കെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഫൈൻ അടിച്ചിരുന്നു. അവര് തെറ്റ് ചെയ്തു, അവര് തൊഴിൽ നിഷേധം നടത്തി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഫൈൻ അടിച്ചത്. അവിടെ ഏറ്റവും വലിയ ശിക്ഷയൊക്കെ ഫൈനൊക്കെയാണ്, അല്ലാതെ ജയിൽ ശിക്ഷയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അത് അവര് സുപ്രീം കോടതി ചലഞ്ച് ചെയ്തു. സുപ്രീം കോടതി ആ ശിക്ഷ ശരിവെച്ചു. അങ്ങനെ 2020 സുപ്രീം കോടതി എന്നുള്ള വിധിയുണ്ടായി. അങ്ങനെ ഒരു കുറ്റവാളിയാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു വ്യക്തി നയരൂപീകരണ സമിതിയിൽ ഇരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ നടത്തിയ ഫൈറ്റിൽ നിന്നും ഒരർത്ഥമില്ലാതാകുമല്ലോ. അതുകൊണ്ട് ഞാൻ അത് ബഹുമാന്യായ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു നടപടി എടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. നവമി ദിനേശിലേക്ക്. നവമി, ഈ സംവിധായകർ തുളസിദാസ് ഉൾപ്പെടെയുള്ള സംവിധായകർക്കെതിരെയും ആരോപണം ഉയർന്നിരുന്നു. അതുപോലെ നിരവധി സംവിധായകർ ആരോപണ നിഴലിലുണ്ട്, സംശയ നിഴലിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഫെഫ്ക അവരെ ആരെയും സംരക്ഷിക്കാതെ എല്ലാ പേരുകളും, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള എല്ലാ പേരുകളും പുറത്തു വരണമെന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? അത് ഒരു പരിധിവരെ ഫെഫ്കയുടേത് മാതൃകാപരമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ്. അമ്മ ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ, സർക്കാർ പോലും സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഫെഫ്ക മറിച്ചൊരു തീരുമാനം, ഒരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? ഈ ഫെഫ്കയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഭിന്നതയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണോ? ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴാണ് ഫെഫ്ക ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് ഇറക്കിയതെന്നാണ് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് 10 ദിവസത്തിന് ശേഷമാണ് ഫെഫ്ക ഇത്തരത്തിലൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുറിപ്പ് ഇറക്കിയത്. പക്ഷേ ബി ഉണ്ണികൃഷ്ണനെ അടക്കം നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാനോ രഞ്ജിത്ത് അടക്കമുള്ളവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നതിൽ ഉത്തരം പറയാനോ തയ്യാറായിട്ടില്ല. ഇത് തീർച്ചയായും ഇത്തരത്തിൽ പെട്ടെന്നൊരു പത്രക്കുറിപ്പ് ഇറക്കാൻ ഫെഫ്കയ്ക്ക് നിർബന്ധിതരാകുകയായിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം അമ്മയിലെ കൂട്ടരാജി, അത് ചെറിയ രീതിയിലെങ്കിലും ഫെഫ്കയെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആരോപണ വിധേയരെ സംരക്ഷിക്കില്ല എന്നുള്ളൊരു നിലപാടെടുത്തുകൊണ്ട് ഫെഫ്ക ഇപ്പോൾ രംഗത്തെത്തിയത്. പക്ഷെ അതിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്ന് ഇപ്പോഴും അറിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ രഞ്ജിത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ രഞ്ജിത്തിനെതിരെ എന്താണ്, രഞ്ജിത്തിനെ ഏത് വിധത്തിലാണ് ഇവർ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ഫെഫ്കയുടെ ഒരു ഇരട്ടത്താപ്പായി കരുതാൻ പാടില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും ഫെഫ്കയുടെ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. അതിനനുസരിച്ച് ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കില്ല, അമ്മയിലെ ഈ കൂട്ടരാജി അല്ലെങ്കിൽ അമ്മയുടെ നിലപാടിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളൊരു നിലപാടാണ് ഫെഫ്ക അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ബി ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ബി ഉണ്ണികൃഷ്ണനെതിരെ സംവിധായകൻ ആഷിഖ് കപൂറും ഒപ്പം സംവിധായകൻ വിനയനും രംഗത്തെത്തിയിട്ടുണ്ട്. വിനയൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം വിനയനെ ഒരു സിനിമയിൽ നിന്നും വിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിലക്കുമായി ബന്ധപ്പെട്ട് പിന്നീട് വിനയൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോയി. അതിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ വിനയന് അനുകൂലമായി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പരാതിയും അല്ലെങ്കിൽ സിനിമയിൽ വിനയനെ വിലക്കിയതിനെതിരെ
വി ഉണ്ണികൃഷ്ണൻ, സിബി മലയിൽ അടക്കമുള്ളവർക്ക് പിഴയായി ഈടാക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ തുക ഇപ്പോഴും ലഭിച്ചതുമില്ല. മറ്റൊന്ന്, ഇപ്പോഴും അവർ ആ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അങ്ങനെ വലിയ ഒരു കുറ്റകൃത്യം, അതായത് സുപ്രീം കോടതിയിൽ വരെ വിനയൻ പോയതാണ്. സുപ്രീം കോടതിയിൽ നിന്നും വിനയന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് ലഭിക്കുകയും ചെയ്തത്. അങ്ങനെ ആരോപണ വിധേയരായ അല്ലെങ്കിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് വി ഉണ്ണികൃഷ്ണന്റെ നിലപാടുകൾ തെറ്റാണെന്ന് സുപ്രീം കോടതി വരെ ഉത്തരവ് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് വി ഉണ്ണികൃഷ്ണനെ ഇപ്പോഴും ഈ സ്ഥാനത്ത് തുടരുന്നത്? അത് അർഹനല്ലല്ലോ അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയിരിക്കുന്നത്. ഒപ്പം വി ഉണ്ണികൃഷ്ണനെ കേരള സർക്കാരിന്റെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നുകൂടി വിനയൻ ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും ഈ ആരോപണ വിധേയരായിട്ടുള്ളവരെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടത്. സർക്കാർ അനുകൂല സംഘടനകളും അതോടൊപ്പം പ്രതിപക്ഷവും ഈ വിഷയം ഉയർത്തുന്നുണ്ട്. ഇനി എന്ത് നടപടിയായിരിക്കും ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോവുക? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയെ ഇനി അറിയിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ പരാതികളുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികളുമായി ബന്ധപ്പെട്ട് പോലീസ്, സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ അന്വേഷണ സംഘം വിവിധ ഇടങ്ങളിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. അതിനുശേഷമായിരിക്കും കേസ് ഉൾപ്പെടെയുള്ള ഈ ആരോപണ വിധേയരായിട്ടുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന കാര്യം തീരുമാനിക്കുക. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചു. കൊലക്കേസ് പ്രതി മണികണ്ഠനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. വിലങ്ങ് കൊണ്ട് കഴുത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. വി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ ആത്മഹത്യക്ക് ശ്രമിച്ച ഈ പ്രതിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ടോം, ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഇയാൾക്ക് കഴുത്തിൽ പരിക്കുണ്ട്. പക്ഷെ അത് അപകടകരമായ തരത്തിലുള്ള അതീവ ഗുരുതരമായ പരിക്കല്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അല്പസമയത്തേക്കും ഇയാളെ മെഡിക്കൽ കോളേജിൽ ഡിസ്ചാർജ് ചെയ്ത് പൂജപ്പുര സെന്ററിലേക്ക് തന്നെ മാറ്റാനാണ് പോലീസിന്റെ തീരുമാനം. മണികണ്ഠൻ 2 തവണ ജയിൽ ചാടിയ പ്രതിയാണ്. കഴിഞ്ഞ മാസം ഈ മാസം 21-നാണ് അവസാനം ജയിൽ ചാടിയത്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം മധുരയിൽ നിന്ന് ഇയാളെ പോലീസും ജയിൽ വകുപ്പ് അധികൃതർ പിടികൂടുകയായിരുന്നു. കൊലക്കേസ് പ്രതിയാണ്. ജയിൽ ചാടാൻ സ്ഥിരമായ വാസനയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയൊക്കെ ജയിലിലുണ്ടായിരുന്നു. പക്ഷേ പുറത്തേക്ക് എത്തിക്കുമ്പോൾ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായി പുറത്തേക്ക് എത്തിക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ദിവസങ്ങളിൽ നടത്തിയ അന്വേഷണ ഇയാളെ പിടികൂടായത്. ഇന്ന് തിരികെ ജയിലിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് സ്റ്റേഷൻ ലോക്കപ്പിൽ വെച്ച് വിലങ്ങ് ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് മുറിക്കാൻ ശ്രമിച്ചത്. ഗുരുതരമായ പരിക്കുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്. അല്പസമയത്തിനകം അവിടെ നിന്ന് തിരികെ ജയിലിലേക്ക് ഇതിനെ പ്രവേശിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. വിഷയത്തിൽ ഈ പോലീസിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിശദീകരണം വന്നിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കസ്റ്റഡി മർദ്ദനമോ മറ്റോ ഉണ്ടായിരുന്നോ? അതിന്റെ എന്താണ് ഈ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ അരുൺ? ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നയാളാണ് അയാൾ. നേരത്തെയും ഇത്തരത്തിൽ ജയിൽ ചാടിയ ആളാണ്. ജയിലിൽ നിന്ന് ഏതുവിധേയം രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു തടവ് ചാട്ടം. പക്ഷെ 2ാം തവണയും അയാളെ പോലീസ് പിടികൂടുകയായിരുന്നു. അതുകൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ലോക്കപ്പിൽ വെച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അവിടെ ഉണ്ടായത്. ആ സമയത്താണ് കഴുത്ത് മുറിക്കാനുള്ള ശ്രമം നടത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ വലിയ അപകടത്തിലേക്ക് പോയില്ല. ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലൊന്നും ഉണ്ടായില്ല. മറ്റേ ലോകമർദ്ദനം പോലുള്ള ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറോട് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മർദ്ദനമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ വിലങ്ങുപയോഗിച്ച് ഹാൻഡ് കഫ് ഉപയോഗിച്ചുള്ള ആത്മഹത്യാ ശ്രമം നടത്തിയതാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായും ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. ജയിൽ വകുപ്പിന്റെ അന്വേഷണവും ഉണ്ടാകും. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആത്മഹത്യാ ശ്രമം ഉണ്ടായെന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ ഇപ്പോൾ ഒരു കേസ് കൂടി പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അത് ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന കുറ്റത്തിലാണ്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിലാണ് കൊലക്കേസ് പ്രതി മണികണ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. പ്രതി അപകടനില തരണം ചെയ്തതായിട്ടാണ് പോലീസ് നൽകുന്ന വിവരം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.